Hi friends, welcome back to my channel. Double entry system of accounting ine kurichu nokka. Already discuss ചെയ്തു അതിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനും അസംഷൻസും കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു, ടേംസും കണ്ടു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനും രണ്ട് ആസ്പെക്റ്റ് ഉണ്ടാവും. ഒന്ന് റിസീവിങ് ആസ്പെക്റ്റും രണ്ട് ഗിവിങ് ആസ്പെക്റ്റുമാണ്. അത് എങ്ങനെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് നോക്കണം. ഈ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് മൂന്ന് രീതിയിലുണ്ട്. പേഴ്സണൽ അക്കൗണ്ട്സ്, റിയൽ അക്കൗണ്ട്സ്, നോമിനൽ അക്കൗണ്ട്സ്. ഈ അക്കൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദ 3 കാറ്റഗറീസ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഒന്ന്, ട്രാൻസാക്ഷൻസ് ഇൻവോൾവിംഗ് ഇൻഡിവിജ്വൽസ് ഓർ അതർ ബിസിനസ് എൻറ്റിറ്റീസ്. 2, ട്രാൻസാക്ഷൻസ് ഇൻവോൾവിംഗ് അസറ്റ്സ്, ഗുഡ്സ്, ക്യാഷ്. 3, transactions involving incomes, expense, losses and gains. First one, personal account. പേഴ്സണൽ അക്കൗണ്ട്സിന് വീണ്ടും കാറ്റഗറൈസ് ചെയ്യുന്നു. നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ, റെപ്രസെൻറ്റേറ്റീവ്. നാച്ചുറൽ, നെയിം ഓഫ് ഇൻഡിവിജ്വൽസ്. ആർട്ടിഫിഷ്യൽ, നെയിം ഓഫ് ഫേംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. റെപ്രസെൻറ്റേറ്റീവ്, പ്രീപെയ്ഡ് അസറ്റ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി, എക്സെട്ര. ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ട് അതിനകത്ത് വരും. പേഴ്സണൽ അക്കൗണ്ട് വ്യക്തികളുടെ പേരാവാം, സ്ഥാപനങ്ങളുടെ പേരാവാം, അല്ലെങ്കിൽ പ്രീപെയ്ഡ് അസറ്റ്സ് ആവാം, ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി ആവാം. ഇത്തരത്തിൽ വരുന്നതൊക്കെ പേഴ്സണൽ അക്കൗണ്ടാണ്. പേഴ്സണൽ അക്കൗണ്ടാണെന്ന് തിരിച്ചറിയണം. ഇനി വരുന്നത് റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും ഉണ്ട്. റിയൽ അക്കൗണ്ടിൽ വരുന്നത് അസറ്റ്സ് ആണ്. റിയൽ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം അസറ്റ്സ് ആണ്. ഓൾറെഡി നമ്മളത് കണ്ടു കഴിഞ്ഞു. നോമിനൽ എല്ലാ എക്സ്പെൻസാണ്. എല്ലാ എക്സ്പെൻസും ലോസസും എല്ലാ ഇൻകംസും ഗെയിൻസും നോമിനൽ അക്കൗണ്ടായിട്ട് മനസ്സിലാക്കണം. ഇതിൻ്റെ റൂൾ എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ട്, ഒരു ട്രാൻസാക്ഷനകത്ത് പേഴ്സണൽ അക്കൗണ്ട് വരുവാണെങ്കിൽ, അതായത് ഒരു വ്യക്തിയുടെ പേരോ ഒരു സ്ഥാപനത്തിൻ്റെ പേരോ കടന്നു വരുവാണെങ്കിൽ അത് പേഴ്സണൽ അക്കൗണ്ടായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് അതിൻ്റെ റൂൾ അതിനകത്ത് അപ്ലൈ ചെയ്യണം. പേഴ്സണൽ അക്കൗണ്ട് റൂള് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഇനി ഒരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിൽ റിയൽ അക്കൗണ്ട് വരുവാണെങ്കിൽ, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസറ്റ്സ് നേച്ചറായിട്ടുള്ളത് വരുന്നുണ്ടെങ്കിൽ അതിൽ റിയൽ അക്കൗണ്ട് റൂള് അപ്ലൈ ചെയ്യണം. ഡെബിറ്റ് വോട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വോട്ട് ഗോസ് ഔട്ട്. നോമിനൽ അക്കൗണ്ടാണ് ഒരു ട്രാൻസാക്ഷനുള്ളിൽ വരുന്നതെങ്കിൽ, അതായത് എക്സ്പെൻസോ ലോസോ ഇൻകം ഗെയിനോ അങ്ങനെ വരുവാണെങ്കിൽ അതിനകത്ത് ഈ ഒരു റൂള് അപ്ലൈ ചെയ്യണം. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. എന്തായാലും ഒരു ട്രാൻസാക്ഷനകത്ത് രണ്ട് ആസ്പെക്റ്റേ ഉണ്ടാവൂ, ഡെബിറ്റും ക്രെഡിറ്റും. ആ ആസ്പെക്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ദീസ് അക്കൗണ്ട്സ്. അടുത്ത് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. അക്കൗണ്ടിങ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഒരു ഫോം എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു ഫോർമേഷൻ ഉണ്ടാവുന്നതെന്ന് നോക്കാം. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. എന്തുകൊണ്ടാണ് അസറ്റ്സ് ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ലൈബിലിറ്റി എങ്ങനെ നമ്മുടെ അസറ്റ്സ് ആവുമെന്ന് കോമൺ ആയിട്ട് ചിന്തിക്കും. പക്ഷേ ലൈബിലിറ്റി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ 1,00,000 രൂപ ലോൺ എടുത്തു. ലോൺ എന്ന് പറയുന്നത് നമുക്ക് ലോൺ എന്ന് പറയുന്ന വേർഡിനെ കാണാൻ പറ്റത്തില്ല, അത് ക്യാഷിൻ്റെ രൂപത്തിലല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ക്യാഷ് അതൊരു അസറ്റാണ്. അതുകൊണ്ട് അസറ്റ്സിനകത്ത് ആ ലൈബിലിറ്റിയിലെ ക്യാഷ് ഫോം ഉൾപ്പെടും. അപ്പോൾ ലൈബിലിറ്റിയും ക്യാപിറ്റലും ഉൾപ്പെടുന്നതാണ് ടോട്ടൽ അസറ്റ്സ്. ഇനി ലൈബിലിറ്റി എങ്ങനെയാണ്? ഈ ലൈബിലിറ്റി അസറ്റ്സിൽ നിന്ന് ക്യാപിറ്റൽ മൈനസ് ചെയ്യുമ്പോഴല്ലേ നമ്മുടെ ആ 1,00,000 ലൈബിലിറ്റി മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലൈബിലിറ്റീസ് എന്ന് പറയുന്ന അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ എന്തായിരിക്കും? ഈ മൊത്തം അസറ്റ്സിൽ നിന്ന് ലൈബിലിറ്റി മൈനസ് ചെയ്യുന്നതായിരിക്കും ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്. അപ്പോൾ ഈ ഒരു 3 ഇക്വേഷൻ ഇതിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. യൂസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. എന്താണ് യൂസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്? ഓൾ അക്കൗണ്ട്സ് ആർ ഡിവൈഡ് ഇൻ ടു 5 കാറ്റഗറീസ് ഫോർ ദ പർപ്പസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ. അസറ്റ്സ്, ലൈബിലിറ്റീസ്, ക്യാപിറ്റൽ, എക്സ്പെൻസ്, ലോസസ്, ഇൻകംസ്, ഗെയിൻസ്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഒരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ, അതായത് ഒരു ഇടപാട് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് അസറ്റ്സ് ഉണ്ടോ, ലൈബിലിറ്റീസ് ഉണ്ടോ, ക്യാപിറ്റൽ ഉണ്ടോ, എക്സ്പെൻസ് ഉണ്ടോ, ലോസ് ഉണ്ടോ, അങ്ങനെ ഒരു തിരിച്ചറിവ് നമ്മൾ ആദ്യം നടത്തണം. ഇനി അടുത്തത് എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നതാണ് ഡേ ബുക്ക്.
ഡെയിലി നടക്കുന്ന ട്രാൻസാക്ഷൻസിന് ഡേ ബുക്ക് അല്ലെങ്കിൽ ജേണൽ എന്ന് പറയുന്നു. ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെജർ ഫോളിയോ, ഡെബിറ്റ് കോളം, ക്രെഡിറ്റ് കോളം. ഡെബിറ്റ് DR, ക്രെഡിറ്റ് കോളം CR. ഇപ്പോൾ ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ ഏത് ദിവസം നടക്കുന്നോ ആ ദിവസമാണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. പർട്ടിക്കുലേഴ്സ് അവിടെ എന്താണോ നടക്കുന്നത് അവിടെ അത് എഴുതുക. ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്നത് പേജ് നമ്പർ ഓഫ് ദ ലെഡ്ജർ ബുക്ക് ഓൺ വിച്ച് റെലവൻറ്റ് അക്കൗണ്ട് അപ്പിയേഴ്സ് ഈസ് റെക്കോർഡഡ്. അതാണ് ലെഡ്ജർ ഫോളിയോ. ഡെബിറ്റ് കോളം റെക്കോർഡ് ദ എമൗണ്ട് എഗൻസ്റ്റ് ദ അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ്. ക്രെഡിറ്റ് കോളം റെക്കോർഡ് ദ എമൗണ്ട് എഗൻസ്റ്റ് ദ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ്. ഇതാണ് ഒരു ജേണലിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി 2 ഫണ്ടമെൻ്റൽ റൂൾസ് ആർ ഫോളോഡ് ടു റെക്കോർഡ് ദ ചേഞ്ചസ് ഇൻ ദീസ് അക്കൗണ്ട്സ്. എന്താണ് 2 ഫണ്ടമെൻ്റൽ റൂൾസ്? ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്, ഡെബിറ്റ് ക്രെഡിറ്റ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ അസറ്റ്സ്, ലയബിലിറ്റീസ്, എക്സ്പെൻസ്, ലോസ്, റവന്യൂ, ഗെയിൻ, ഇങ്ങനെ ഇതിനെല്ലാത്തിനും നോർമലി ഒരു ബാലൻസ് ഉണ്ടാവും. ഇപ്പോൾ അസറ്റ്സിൻ്റെ ബാലൻസ് ഡെബിറ്റാണ്. ഇപ്പം വീണ്ടും നമ്മൾ അസറ്റ്സ് ബിസിനസ്സിലോട്ട് വരുംതോറും ഡെബിറ്റ് ബാലൻസ് കൂടിക്കൊണ്ടേയിരിക്കും. ഈ അസറ്റ്സ് പുറത്തോട്ട് പോകുമ്പോൾ അത് ക്രെഡിറ്റ് ആവും. ഇനി നോർമലി ലയബിലിറ്റിയുടെ ബാലൻസ് എന്ന് പറയുന്നത് ക്രെഡിറ്റാണ്, ലയബിലിറ്റി ക്രെഡിറ്റാണ്. അപ്പം ലയബിലിറ്റി കൂടുന്തോറും ലയബിലിറ്റിയുടെ ക്രെഡിറ്റ് ബാലൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ലയബിലിറ്റി കുറയും തോറും ലയബിലിറ്റി എന്ത് ചെയ്യും? ഡെബിറ്റ് ആവും. അപ്പോൾ ക്രെഡിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ ഡെബിറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, ഡെബിറ്റ് കുറയ്ക്കണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഈ ഒരു റൂളാണ് ഇതിനകത്തെല്ലാം അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇനി നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസ് നോക്കാം. ഈ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് അക്കൗണ്ടിങ് ലാംഗ്വേജിലോട്ട് മാറുന്നതെന്ന് നോക്കാം. അപ്പോൾ ചെറിയൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഒരു ABC എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഫേർണിഷ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ട്രാൻസാക്ഷൻസ് ഫോർ ദ മന്ത് ഓഫ് May 2017. ജേർണലൈസ് ദ ട്രാൻസാക്ഷൻ ഫോർ ദ മന്ത് ഓഫ് May 2017. May 1st ഇൻവെസ്റ്റഡ് ഇൻ ബിസിനസ് വിത്ത് ക്യാഷ് ഓഫ് ₹4 lakhs. ഇത് വായിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ₹4 lakhs ക്യാഷായിട്ട് ബിസിനസ്സിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത്. പക്ഷേ ഇങ്ങനെ എഴുതിയാൽ മാത്രം പോരാ, ഇങ്ങനെ കണ്ടാൽ മാത്രം പോരാ, നമുക്ക് ഇതിനെ ഒരു ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യണം, അക്കൗണ്ടിങ്ങിൻ്റെ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനാണ് ഡെബിറ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റ് മനസ്സിലാക്കിയത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന 3 റൂളും മനസ്സിലാക്കി. പേഴ്സണൽ, റിയൽ, നോമിനൽ. അത് എങ്ങനെയാണെന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. ഇനി May 3rd ഓപ്പൺ ആൻ അക്കൗണ്ട് ഇൻ HDFC ബാങ്ക് ബൈ ഡെപ്പോസിറ്റിംഗ് ₹1 lakh. May 3rd HDFC ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുപോയി ₹1,00,000 ഡെപ്പോസിറ്റ് ചെയ്ത്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. May 5 പർച്ചേസ്ഡ് ഫേർണിച്ചർ ഫോർ ₹20,000 ബൈ പേയിങ് ക്യാഷ്. May 5th പർച്ചേസ് ചെയ്ത് ഫേർണിച്ചർ, ക്യാഷ് കൊടുത്താണ് പർച്ചേസ് ചെയ്ത്. അപ്പോൾ ഇത് ക്യാഷ് ട്രാൻസാക്ഷനാണ്. മനസ്സിലായി. ഒരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ക്രെഡിറ്റ് ആണോ ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ എന്നുള്ളത് ആദ്യമേ തിരിച്ചറിയണം എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. May 10th നോക്കാം. ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം രഞ്ജൻ ട്രേഡേഴ്സ് ഫോർ ₹50,000. ₹50,000 രഞ്ജൻ ട്രേഡേഴ്സ് നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്ത്. ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. പക്ഷേ കയറി ₹50,000 ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആയിട്ട് കണക്കാക്കരുത്. ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ബൈ ക്യാഷ് എന്നൊക്കെ എടുത്ത് പറഞ്ഞിരിക്കും, ബൈ ചെക്കോ ക്യാഷോ എടുത്ത് പറഞ്ഞിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ₹50,000 വിലയുള്ള ഗുഡ്സ് രഞ്ജൻ ട്രേഡേഴ്സിൽ നിന്ന് വാങ്ങിയെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. അതായത് രഞ്ജൻ ട്രേഡേഴ്സിന് ₹50,000 കൊടുക്കാനുണ്ട് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനിൽ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയ പേഴ്സണൽ, റിയൽ, നോമിനൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. അത് കണക്ട് ചെയ്ത് വേണം അക്കൗണ്ടിങ് ലാംഗ്വേജിലോട്ട് മാറ്റാൻ. ഇനി സോൾഡ് ഗുഡ്സ് ഓൺ ക്യാഷ് ₹25,000. ₹25,000 വില വരുന്ന ഗുഡ്സ് ക്യാഷിന് വിറ്റു. ഇതൊരു ക്യാഷ് ട്രാൻസാക്ഷനാണ്. പെയ്ഡ് ഇൻഷുറൻസ് ഓഫ് ₹2,000 ബൈ ക്യാഷ് ട്രാൻസാക്ഷൻ. ഇൻഷുറൻസ് അടച്ചു, ക്യാഷ് ₹2,000 കൊടുത്തു. അപ്പോൾ ഇതെല്ലാം ആ ഒരു ABC എൻ്റർപ്രൈസിൽ മെയ് മാസം നടന്ന ട്രാൻസാക്ഷൻസാണ്. ഇത് വെറുതെ നമ്മളിങ്ങനെ വായിച്ചാൽ മാത്രം പോരാ, ഇത് റെക്കോർഡ് ചെയ്യാനും കൂടെ മനസ്സിലാക്കണം. റെക്കോർഡ് ചെയ്യാനാണ് നമ്മൾ പഠിച്ച ഡെബിറ്റും ക്രെഡിറ്റും അവിടെ ഉപയോഗിക്കേണ്ടത്. May 22nd ₹3,000 റെൻ്റായിട്ട് കൊടുത്തു. അത് ക്യാഷാണ് കൊടുത്തത്. അവിടെ നടക്കുന്ന എന്താണ്, അവിടെ എന്താണ് മൂവി, ഏത് രൂപമാണ് അവിടെ ഉണ്ടായത്? റെൻ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസാണ് അവിടെ ഫോം ചെയ്ത് വന്നത്. അതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി May 25th ₹5,000 സാലറി കൊടുത്തു, മാനേജർക്ക് കൊടുത്തു, ക്യാഷായിട്ടാണ് കൊടുത്തത്. അപ്പോൾ അവിടെ എന്ത് പോയി? ക്യാഷ് പോയി.
സാലറി എന്ന് പറയുന്ന ഫോമിലാണ് പോയേക്കുന്നത്. അപ്പോൾ സാലറി ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. അപ്പോൾ ബിസിനസ്സിന് എന്തൊക്കെ ഉണ്ടാവുന്നു, ബിസിനസ്സിനകത്തോട്ട് ക്യാഷ് വരുന്നു, ഏത് ഫോമിൽ ക്യാഷ് വരുന്നു, ബിസിനസ്സിൽ നിന്നും ക്യാഷ് പുറത്തോട്ട് പോകുന്നു, ഏത് ഫോമിൽ പുറത്തോട്ട് പോകുന്നു, ബിസിനസ്സിനകത്തോട്ട് ഗുഡ്സ് വാങ്ങുന്നു, അത് കടത്തിനാണോ അതോ ക്യാഷ് കൊടുത്തിട്ടാണോ വാങ്ങുന്നത്, അത് ആരിൽ നിന്ന് വാങ്ങുന്നു എന്ന് പറയുമ്പം ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആകുമ്പം അവിടെ വ്യക്തികൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അന്നേരം വ്യക്തിയെ അവിടെ കൊണ്ടുവരണം. അതുപോലെ ഗുഡ്സ് വിറ്റു, ക്യാഷിനാണോ വിറ്റ് നോക്കണം. ക്യാഷിനല്ല കടത്തിനാണെങ്കിൽ അവിടെ വ്യക്തിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം വ്യക്തിയെ നോക്കണം, എന്ത് വിറ്റു എന്നുള്ളത് നോക്കണം. അപ്പം ഇങ്ങനെയൊക്കെ ആ ട്രാൻസാക്ഷൻസ് നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ പറയുന്ന റൂള് അപ്ലൈ ചെയ്യണം. May 27 പർച്ചേസ്ഡ് സ്റ്റേഷനറി വർത്ത് ₹200 ഇൻ ക്യാഷ്. സ്റ്റേഷനറി പർച്ചേസ് ചെയ്തു, ക്യാഷ് പോയിട്ടുണ്ട്. രഘുവിന് ഗുഡ്സ് വിറ്റു 26 ഗുഡ്സ് വിറ്റു രഘുവിന്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, രഘു ക്യാഷ് തന്നതായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഗുഡ്സാണ് വിറ്റത്. ആർക്ക് വിറ്റു? രഘുവിന് വിറ്റു. അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്കിത് റെക്കോർഡ് ചെയ്യുന്നതായിട്ട് നോക്കാം. റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഫോർമാറ്റാണ്, അതായത് അക്കൗണ്ടിങ് ലാംഗ്വേജിൻ്റെ ഒരു ഫോർമാറ്റാണ് ഈ കാണുന്നത്. ഇതിന് ജേണൽ എന്ന് പറയും, ജേണൽ പ്രോപ്പർ എന്ന് പറയും, അല്ലെങ്കിൽ ഡേ ബുക്ക് എന്ന് പറയും. അപ്പോൾ ഡേ ബുക്കിനകത്ത് ഡെയിലി ഉള്ള എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യും. ഇപ്പം May 1 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. 4 ലക്ഷം രൂപ കൊണ്ടുവന്ന് ബിസിനസ്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത്. ABC ആണ് ബിസിനസ് കൺസേൺ. ഇപ്പോൾ ABC പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം ചിന്തിക്കാം. അപ്പോൾ ABC സംബന്ധിച്ചിടത്തോളം 4 lakhs ക്യാഷ് വന്നു. അപ്പോൾ ABC അവിടെ എന്ത് റൂൾ അപ്ലൈ ചെയ്യും? ക്യാഷ് വന്നു എന്ന് പറയുമ്പോൾ ക്യാഷ് റിയൽ ആണ്, അസറ്റ്സ് ആണ്. അപ്പോൾ റിയൽ അക്കൗണ്ട് റൂൾ അപ്ലൈ ചെയ്യണം. റിയൽ അക്കൗണ്ട് റൂൾ പ്രകാരം ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്യാഷ് കംസ് ഇൻ, ക്യാഷിന് ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റലാണത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് ക്യാപിറ്റൽ എന്ന് ഓൾറെഡി അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ ക്യാപിറ്റലിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. നോർമൽ ബാലൻസ് ക്യാപിറ്റൽ ക്രെഡിറ്റ് ആയിരിക്കും. എന്തുകൊണ്ട് ക്യാപിറ്റൽ ക്രെഡിറ്റ് ആവുന്നു? അതായത് ABC കമ്പനിയുടെ ഒരു പാർട്ട്ണർ, പ്രൊപ്രൈറ്ററോ ഡയറക്ടറോ ആരാവാം, ആ വ്യക്തിയായിരിക്കും ക്യാപിറ്റൽ അതിനകത്തോട്ട് ക്യാഷായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പം അയാൾ ABCയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊപ്രൈറ്റർക്ക് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ടാണ്. അപ്പോൾ ഒരു ലൈബിലിറ്റി ആയിട്ടാണ് ക്യാപിറ്റലിനെ ബിസിനസ് ഫേം കാണുന്നത്. അതുകൊണ്ട് ഇതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പം ക്യാഷ് അക്കൗണ്ട് DR എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ടു എന്ന് പറയുന്നത് ക്രെഡിറ്റിൻ്റെ അബ്രിവേഷനാണ്. തൊട്ട് ബ്രാക്കറ്റിൽ ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അണ്ടർസ്റ്റുഡ് എന്താണ് അവിടെ നടന്നതെന്നുള്ളത് മനസ്സിലായി. ദ സെക്കൻഡ് ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട്. HDFC ബാങ്കിൽ കൊണ്ടുപോയി ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്തു. നമ്മുടെ സ്ഥാപനം ക്യാഷ് കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത്. അപ്പോൾ എന്താ, ക്യാഷാണ് അവിടെ മൂവ് ചെയ്ത്. ക്യാഷ് പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ക്യാഷ് റിയൽ അക്കൗണ്ട് പ്രകാരം ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇപ്പോൾ ക്യാഷ് ഗോസ് ഔട്ട് ക്രെഡിറ്റ് ചെയ്യണം. ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്ക് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ അവിടെ അപ്ലൈ ചെയ്യണം. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ആദ്യം ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ വരും, ബാങ്കും ക്യാഷും. എന്നിട്ട് ആ റൂൾ അപ്ലൈ ചെയ്യണം. ഇതിൽ പേഴ്സണൽ അക്കൗണ്ട് ഉൾപ്പെടുന്നുണ്ടോ, നോമിനൽ അക്കൗണ്ട് ഉൾപ്പെടുന്നുണ്ടോ, റിയൽ അക്കൗണ്ട് ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനകത്ത് പേഴ്സണൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ HDFC റിസീവർ ഡെബിറ്റ്, റിയൽ അക്കൗണ്ട് പ്രകാരം ക്യാഷ് ഗോസ് ഔട്ട് ക്രെഡിറ്റ്. അടുത്ത് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. ക്യാഷ് കൊടുത്താണ് ഫർണിച്ചർ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ എന്ത് ട്രാൻസാക്ഷനാണ് ബിസിനസ് മീറ്റ് ചെയ്തത്? ഫർണിച്ചർ വാങ്ങി എന്നുള്ളതാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫർണിച്ചർ വാങ്ങി എന്നുള്ളത് ഫർണിച്ചർ പർച്ചേസ്ഡ് എന്ന് എഴുതി വെച്ചാൽ പോരാ, അതിനെ അക്കൗണ്ടിങ് ലാംഗ്വേജിലോട്ട് മാറ്റണം. ലാംഗ്വേജിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവണം അത് ഫർണിച്ചർ വാങ്ങിയതാണെന്ന്. അപ്പോൾ ആ റൂൾ അപ്ലൈ ചെയ്യണം. ഫർണിച്ചറും ക്യാഷും ഇത് ഇവിടെ റിയൽ അക്കൗണ്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. രണ്ടും അസറ്റ്സ് ആണ്. അപ്പോൾ റിയൽ അക്കൗണ്ട് റൂൾ എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. വാട്ട് കംസ് ഇൻ, ഫർണിച്ചർ കംസ് ഇൻ, സോ ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ്. വാട്ട് ഗോസ് ഔട്ട്, ക്യാഷ് goes out, so it should be credited. ഇനി രഞ്ജൻ ട്രേഡേഴ്സിൻ്റെ 50,000 രൂപ വിലയുള്ള ഗുഡ്സ് പർച്ചേസ് ചെയ്തെന്നാണ് പറയുന്നത്. ഗുഡ്സ് ആകുമ്പോൾ എന്തും ആകാം, ട്രേഡിംഗ് പർപ്പസിനായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഗുഡ്സിനെ അല്ല ഡെബിറ്റ് ചെയ്യേണ്ടത്, പർച്ചേസ് എന്ന് പറയുന്ന ടേമിനെ ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ് നോമിനൽ അക്കൗണ്ടാണ്, എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തു. രഞ്ജൻ ട്രേഡേഴ്സ് പേഴ്സണൽ അക്കൗണ്ടിൽ വരും. പേഴ്സണൽ അക്കൗണ്ട് റൂൾ പ്രകാരം ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. എന്തായാലും നമ്മളൊരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഡെബിറ്റും ക്രെഡിറ്റും അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൽ ഈ പറയപ്പെടുന്ന റൂള് അപ്ലൈ ചെയ്യണം.
ഓക്കെ, അപ്പോൾ ഇത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്, ക്യാഷ് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് രഞ്ജൻ ട്രേഡേഴ്സിന് വരുന്നത്. അതേസമയം ക്യാഷ് കൊടുത്താണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതെങ്കിലോ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് വേണം എഴുതാൻ. രഞ്ജൻ ട്രേഡേഴ്സിന് അവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് ഗുഡ്സ് സോൾഡ് ഓൺ ക്യാഷ്. ക്യാഷിനാണ് ഗുഡ്സ് വിറ്റത്. ഗുഡ്സ് ആകുമ്പം ട്രേഡിംഗ് പർപ്പസാണ്. അപ്പം അത് പ്രത്യേകിച്ച് പ്രോഡക്റ്റ് ആണെന്നൊന്നും പറയുന്നില്ല, അതൊരു ട്രേഡിംഗ് ട്രേഡിംഗ് പർപ്പസ് ആകുമ്പം ഗുഡ്സ് എന്ന് പറയുമ്പോൾ സെയിൽസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന് വേണ്ടി എടുക്കുക. സെയിൽസ് റവന്യൂ ആണ്. സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും റവന്യൂ ഉണ്ടാവുക ചെയ്യുന്നത്. അപ്പം ക്യാഷിന് സെയിൽ ചെയ്തു എന്ന് പറയുമ്പോൾ ക്യാഷ് വാല്യൂ അല്ലേ. ഇപ്പോൾ ക്യാഷ് കിട്ടുന്നുണ്ട് അവിടെ, അപ്പോൾ തന്നെ ഇപ്പോൾ ക്യാഷ് കിട്ടുന്നത് ഡെബിറ്റ് ചെയ്യണം റിയൽ അക്കൗണ്ട് റൂൾ പ്രകാരം. വാട്ട് കംസ് ഇൻ ക്യാഷ് കംസ് ഇൻ, സോ ഷുഡ് ബി ഡെബിറ്റഡ്. എന്ത് പ്രോസസ്സാണ് അവിടെ നടന്നത്? സെയിൽസ് എന്ന് പറയുന്ന റവന്യൂ അവിടെ അറൈസ് ചെയ്ത്, അപ്പോൾ സെയിൽസിന് ക്രെഡിറ്റ് ചെയ്യണം. അതായത് സെയിൽ നടത്തി എന്നാണ് ഇതിൻ്റെ മീനിങ്. ക്യാഷിന് സെയിൽ ചെയ്തു എന്നാണ് മീൻ ചെയ്യേണ്ടത്. ഇനി അടുത്ത് ഇൻഷുറൻസ് പ്രീമിയം അടച്ചു. ക്യാഷാണ് പോയത്. ചിലരാണെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡെന്ന് കേൾക്കുമ്പോഴേ ഇൻഷുറൻസിനെ കൊണ്ടുവന്ന് ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെയല്ല. ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഭവത്തെ നമുക്കിങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല. അത് നമ്മളുടെ ഫോമാണ്. ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഫോമാണ് അവിടെ ഉണ്ടായത്. അത് ക്യാഷിൻ്റെ രൂപത്തിലാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ എന്ത് ക്യാഷ് റിയൽ അക്കൗണ്ട് ക്രെഡിറ്റ്, വാട്ട് ഗോസ് ഔട്ട് ആയതുകൊണ്ട് ക്യാഷിന് ക്രെഡിറ്റ് ചെയ്തു. ഇൻഷുറൻസ് ABC സംബന്ധിച്ചിടത്തോളം അത് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. നോമിനൽ അക്കൗണ്ട് റെൻറ്റ് കൊടുത്തു, റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. റെൻറ്റ് എക്സ്പെൻസ്, റെൻറ്റിനെ ഡെബിറ്റ് ചെയ്തു, ക്യാഷ് ക്രെഡിറ്റ് ചെയ്തു. റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് കാണുമ്പോഴേ മനസ്സിലാവും അവിടെ റെൻറ്റ് പേ ചെയ്താണ്. ഇൻഷുറൻസിനെ ഡെബിറ്റ് ചെയ്ത് ക്യാഷ് പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും അവിടെ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്തു എന്നുള്ളത് മനസ്സിലാവും. ഇങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ഈ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ ഈ ഒരു ഫോർമാറ്റിൽ വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെയാണ് ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. ഇന്നത്തോടുകൂടി ഈ വീഡിയോ പൂർണ്ണമായിരിക്കുകയാണ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. താങ്ക് യു.